ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്ന വീഡിയോസുകൾ എന്താണെന്ന് പറഞ്ഞാൽ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ നല്ല 2-3 ടിപ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ വന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഹാരത്തിന് മുന്നേ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുന്നേ സൂപ്പ്, അതായത് തക്കാളി, പാവയ്ക്ക, കോളിഫ്ലവർ, ക്യാരറ്റ്, അങ്ങനെയുള്ള കുക്കുംബർ, ഇതെല്ലാം ഇട്ട് വേവിച്ച ശേഷം അതിലൊരു ചെറിയ 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയും ചേർത്ത് ആഡ് ചെയ്ത ശേഷം അത് നമ്മൾ സൂപ്പായിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം കുടവയറുള്ള ആൾക്കാർക്ക് പെട്ടെന്നത് തൂങ്ങിപ്പോകുന്നത് വളരെ നല്ലതാണ്. നിങ്ങളത് ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കരൾ രോഗത്തിനുള്ളൊരു ടിപ്സാണ് പറയാൻ വന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, കടുക്ക എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങാടിക്കടയിൽ കിട്ടാറുണ്ട്. ഈ കടുക്ക വാങ്ങിയതിന് ശേഷം അത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ, ചവച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. നമുക്ക് കരൾ രോഗത്തിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. ഇനി ഒരു ടിപ്സ്, നമ്മൾ പതിവായിട്ട് ആട്ടിൻ പാൽ കുടിക്കുകയാണെങ്കിൽ ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളതും ചെയ്തു നോക്കുക. ഇനി ഒരു ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. നമ്മുടെ വയറിലുണ്ടാകുന്ന കുടൽപുണ്ണ്, അതുപോലെ അൾസർ എന്ന് പറയും, വായ്ക്കകത്തും അത് ഫസ്റ്റ് അതിൻ്റെ ഇത് കാണിക്കുന്ന വായ്ക്കകത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ടിപ്സുകൾ എണ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഉള്ളിന് കഴിക്കാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വയറിനകത്ത്, അതായത് കുടലിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ വായിൽ അത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമുക്കിത് വായ്ക്കകത്ത് പ്രതിഫലിക്കുമ്പോഴത്തേക്ക് നമുക്ക് വായ്പുണ്ണായിട്ട് അത് മാറും. നമുക്ക് ആഹാരമൊന്നും ഇറക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തണുത്ത ആഹാരങ്ങൾ ഒരുപാട് അതിന് കഴിക്കുക. അതായത് തണുത്ത ആഹാരം എന്ന് പറയുമ്പോൾ തണുത്ത കുറച്ച് സമയത്തേക്ക് ഇത് എന്തോ പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ്. അതായത് നമ്മൾ തണുത്ത ആഹാരം എന്ന് പറയുമ്പോൾ, നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതാണ്. അതുപോലെ തൈര് നല്ലതാണ്. തൈരിൽ സവാള, ഉള്ളി അരിഞ്ഞിട്ട ശേഷം അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ വായിലും ഒക്കെ ഉണ്ടാകുന്ന ഈ രോഗത്തിന് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, അയമോദകം മോരിൽ ചാലിച്ച് നമ്മൾ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖം പമ്പകട. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ടിപ്സ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ.